ഇവനെ മേടിക്കാൻ വരുന്നവരടുത്ത് എന്തോ പറയാനുള്ളത്? ശങ്കരനെ മേടിക്കാനാന്ന് പറഞ്ഞ ആരും വീട്ടിലോട്ട് വരണ്ട, അവനെ കാണാൻ വന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശങ്കരൻ ചോദിച്ചോണ്ട് ആരും വരണ്ട. എന്ത് പ്രശ്നം ഉണ്ടല്ലോ, ഇപ്പൊ കോടികൾ കൊടുക്കുമെന്ന് പറഞ്ഞാലും ശങ്കരനെ തരത്തില്ല. വേറെ എന്താണേലും തരാം, വേറെ എന്ത് വേണേലും തരാം. കോടികൾ കൊടുക്കുമെന്ന് പറഞ്ഞാലും ശങ്കരനെ ഉണ്ണിക്കുട്ടൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇതൊരു മൃഗവും മനുഷ്യനുമായിട്ടുള്ള സ്നേഹമല്ല, രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള കണക്ഷനാണ് അല്ലേ? അത്രയും കണക്ഷൻ ആയിട്ടുള്ള ഒരു രണ്ടുപേരാണ്. പ്രിയപ്പെട്ടവർ, സുഹൈലാണ് എന്റെ ബാക്കിൽ കാണുന്ന രണ്ടുപേരെ കണ്ടോ, ശങ്കരനും ഉണ്ണിക്കുട്ടനുമാണ്. അപ്പം ഉണ്ണിക്കുട്ടൻ നമസ്കാരം. നമസ്കാരം. ഇപ്പം ശങ്കരൻ എത്ര വയസ്സായി? ശങ്കരൻ ഇപ്പൊ 4 വയസ്സ്. അപ്പം 4 വയസ്സായി. സത്യം പറഞ്ഞാൽ മടി കിടത്തി ഉറക്കിയ ഒരു പോത്തുംകുട്ടിയാണ് ശങ്കരൻ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, കുറെ നാൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പം ശങ്കരനും വളർന്നു, ഉണ്ണിക്കുട്ടൻ രണ്ടുപേരും വളർന്നു ഇല്ലേ? ഇവന് എത്ര വയസ്സായി? ഇപ്പൊ ശങ്കരന് 4 വയസ്സാണ്. അതെ, ഉണ്ണിക്കുട്ടനോ? എനിക്ക് 18 വയസ്സ്. ഇപ്പൊ പെട്ടെന്നാണ് 4 വർഷം പോയി. 4 വർഷത്തിന് മുന്നേ ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പം ശങ്കരന് ഉണ്ണിക്കുട്ടന്റെ വീട്ടിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ണിക്കുട്ടനുമായിട്ടാണ്. ഉണ്ണിക്കുട്ടൻ എന്ത് കമാൻഡ് പറഞ്ഞാലും അവൻ കേൾക്കും. ബാക്കിയുള്ളവരെ നമ്മൾ ഡിസ്റ്റൻസ് ഇരിക്കാം, ബാക്കിയുള്ളവരുമായിട്ട് അത്ര ഒരു ടൈമിലല്ല. അന്ന് സത്യം പറഞ്ഞാൽ ഇതിനിങ്ങനെ വളർത്താൻ ഉദ്ദേശിച്ചാണോ ഉണ്ണിക്കുട്ടൻ മേടിച്ചത്? അതെ, വളർത്താനെന്ന് പറഞ്ഞാൽ അന്ന് എന്നാണെന്ന് വെച്ചാൽ എന്റെ കിട്ടിയാ കൊടുക്കലെന്ന് വീട്ടുകാർക്കും അറിയാം. അപ്പൊ വളർത്തി കൊടുത്തിട്ട് വേറെ അതിനെ മേടിച്ചു തരാന്നൊക്കെ ആദ്യം പറഞ്ഞു, ഇതിനെ കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞു. പിന്നീട് ഞാനും ഇതുങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കഴിഞ്ഞപ്പോ ഇത് ഞാൻ പറയണ ഇതൊക്കെ കേട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ വീട്ടുകാർ അതിന് അത്ഭുതമായി. ഇതെന്താ ഇങ്ങനെ കേൾക്കുന്നത്? അത് നമ്മൾ വിശ്വസിക്കത്തില്ല ആരും. അപ്പൊ പിന്നീട് അങ്ങോട്ട് വലുതായിട്ടും അത് തന്നെ കാണിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ മുതൽ അത് കാണിക്കാൻ തുടങ്ങിയപ്പോ മുതൽ തന്നെ പറഞ്ഞു, അന്ന് ഇവനെ നമുക്ക് കൊടുക്കണ്ടേ, ഇവൻ നിക്കട്ടെ, നിന്റെ ഒരു കൂട്ടുകാരനായിട്ട് നിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്ത് എക്സ്പെൻസീവ് ആയാലും നമ്മൾ ഇവനെ നിർത്തും. അപ്പം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏകദേശം 6 ലക്ഷം രൂപ വില താണ്ട ഇവന് വില പറഞ്ഞു. എന്നാലും ഉണ്ണിക്കുട്ടൻ ഇത് ആർക്കും കൊടുക്കത്തില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശങ്കരൻ ഇപ്പൊ അന്നത്തെ സ്വഭാവത്തിന് ഇതുവരെ യാതൊരു മാറ്റവും വന്നിട്ടില്ല, അത്രയും വലുതായിട്ട് തന്നെ. എന്നുവെച്ചാൽ ഇപ്പോഴും മടി കിടക്കും. ഇപ്പൊ തൊഴുത്തിലാണ് കിടക്കണത്. ഇപ്പൊ വാതിക്ക് വെള്ളമായ കാരണം തൊഴുത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ കിടക്കണത്. ഉണ്ണിക്കുട്ടാ, ഇനി ഭാവി പരിപാടി എന്തൊക്കെയാ? ഭാവി പരിപാടിയിൽ എന്നാണ് ഒരു ഫാം ഇടണം, അതൊരു പശുക്കളുടെ ഫാം ഇടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പിന്നെ ഇപ്പൊ ഞാനൊരു കോഴ്സ് പഠിക്കുന്നുണ്ട്, പശുവിന്റെ ബീജസങ്കലനം പഠിക്കാൻ. അപ്പൊ അതും കൂടെ പഠിച്ചിട്ട് ഒരു ഫാം ഇടുകയാണെങ്കിൽ നമ്മുടെ കാര്യം തന്നെ നമുക്ക് തന്നെ നോക്കാമല്ലോ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒരുപാട് ഹെൽപ്പ് ആവശ്യമല്ലേ? പിന്നെ അതിനിപ്പോ നമുക്ക് സ്ഥലം വേണം. നമുക്കിങ്ങനെ ഒരുപാട് സ്ഥലം നോക്കിയാൽ, പക്ഷെ അതൊന്നും നമുക്ക് ശരിയായി വരുന്നില്ല. സ്ഥലവും കുറെ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5 പശുവൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിനൊക്കെ നല്ലോണം ജീവിക്കാം. ഇത് വരുമാന മാർഗം ആക്കി എടുക്കാം അല്ലേ? പിന്നെ നമ്മള് കൂടുതൽ ലോക്കൽ സ്റ്റൈല് ഇപ്പൊ ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള പശുവിന്റെ പാലാണെങ്കിലും സ്കൂളിലുള്ള ടീച്ചർമാർ എനിക്ക് നല്ല സപ്പോർട്ടാണ്, എന്നെ പഠിപ്പിച്ച്. അവര് തന്നെ എല്ലാവരും പാല് മേടിക്കുന്നുണ്ട്. ശരി. ഈ ഇവനെ മേടിക്കാൻ വരുന്നവരടുത്ത് എന്തോ പറയാനുള്ളത്? ശങ്കരനെ മേടിക്കാനാന്ന് പറഞ്ഞ ആരും വീട്ടിലോട്ട് വരണ്ട, അവനെ കാണാൻ വന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശങ്കരൻ ചോദിച്ചോണ്ട് ആരും വരണ്ട. പിന്നെ കുറേ പേരുടെ കമന്റ് ആണില്ല, എന്തൊക്കെ ഇപ്പൊ ഈ വീഡിയോയുടെ പ്രകസനത്തിനാണ് നമ്മൾ കാണിക്കുന്നത്, അങ്ങനെയൊന്നും അല്ല. ശങ്കരനെ കൊടുക്കുകയില്ല. ആ ഒരു ലാസ്റ്റ് പറയണതാണ് കമന്റിന്റെ ലാസ്റ്റ്, എന്തൊക്കെ കാണിച്ചാലും ലാസ്റ്റ് അറിവ് കത്തി, ഇതാണ് കമന്റിന്റെ അവസാനം കിടക്കണം. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു അതിലായിട്ട് ശങ്കരനെ വിടത്തില്ല. ഇവരുടെ സ്നേഹം സത്യം പറഞ്ഞാൽ ഒരു കൂടപ്പിറപ്പിനെ സ്നേഹിക്കുന്നവരാണ് ഉണ്ണിക്കുട്ടൻ ശങ്കരനെ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് പറയുന്നുണ്ട്, ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്നുണ്ട്. അതൊക്കെ ഈ ചെറിയ ഉണ്ണിക്കുട്ടനെ മനസ്സിൽ വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കമൻറ്റ് നിങ്ങൾ മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവരുടെ വിശേഷം കാണാൻ ഒത്തിരി പേര് കാത്തിരുന്നാണ്, ഒരുപാട് പേര് മെസ്സേജ് അയച്ചാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോട് ഒരുപാട് നന്ദി. അപ്പോൾ ഉണ്ണിക്കുട്ട ടാറ്റ.